മിസ്റ്റർ മഹേഷ് കടയനാട്ട്. അദ്ദേഹം കോഴിക്കോട് സ്വദേശിയാണ്. ഏകദേശം 30 വർഷത്തോളമായി കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ഒരു വളരെ വലിയൊരു എക്സ്പീരിയൻസോടുകൂടി വളരെ സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കോൺട്രാക്ടറാണ്, സിവിൽ കോൺട്രാക്ടറാണ്. അതിനേക്കാളൊക്കെ ഉപരിയായി എന്താ പറയേണ്ടത്, ഹീ ഈസ് ആക്ച്വലി ഒരു ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ഒരു ട്രെയിനർ കൂടിയാണ്. അതിനേക്കാളൊക്കെ ഉപരിയായി കാലിക്കറ്റ് വെറ്ററൻസ് ബാഡ്മിൻ്റൺ ചാമ്പ്യനാണ് ആൻഡ് എൻ എക്സ് യൂണിവേഴ്സിറ്റി ഫുട്ബോൾ പ്ലെയറാണ്. സോ ഐ വെൽക്കം മിസ്റ്റർ മഹേഷ് കടയനാട്. മഹേഷേട്ടാ, ഈ ഒരു കരിയർ പെർസ്യൂ ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു? ആൻഡ് വാട്ട് ഇൻസ്പയർഡ് ടു യു ടു ചൂസ് ദിസ് കൈൻഡ് ഓഫ് എ കരിയർ? ഞാൻ എൻ്റെ ഒരു ഫാമിലി പശ്ചാത്തലം അതിൻ്റെ കൂടെ പറയേണ്ടി വരും. എൻ്റെ അച്ഛനും അമ്മയും 2 പേരൻസും PWD എഞ്ചിനീയേഴ്സ് ആയിരുന്നു. അപ്പം വാസ്തവത്തിൽ അപ്പം ഈ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എൻ്റെ ചെറുപ്പം മുതലേ എൻ്റെ കൂടെ നടക്കുന്നൊരു സംഗതി തന്നെയാണ്. രക്തത്തിൽ കൂടപ്പിറപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് ഫാദർ കൺസ്ട്രക്ഷൻ സൈറ്റുകളിലൊക്കെ പോകുമ്പം സമയം കിട്ടുമ്പോഴൊക്കെ എന്നെ കൊണ്ടുപോകാറുണ്ട്. സമയം സാഹചര്യം ഒത്തു വന്നാൽ എന്നെയും കൂടെ കൊണ്ടുപോകും. അപ്പോൾ തുടക്കം മുതലേ ഞാൻ ഈ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി ആയിട്ട് കണക്റ്റഡാണ്. അങ്ങനെ ബിൽഡിങ് ഓരോരോ സ്റ്റേജിൽ നിന്നും പൊന്തി വന്ന് അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുന്നതൊക്കെ ഞാൻ വളരെ കൗതുകപൂർവ്വം താല്പര്യപൂർവ്വം ഞാൻ അത് വീക്ഷിച്ചതാണ്. കുട്ടിയായ മഹേഷ് യെസ്. അത് കൂടാതെ ഈ പല നമ്മൾ പറയില്ല, നമ്മളെ മോണ്യുമെൻ്റൽ കൺസ്ട്രക്ഷൻ, ഭയങ്കര ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സൊക്കെ ഉള്ള വർക്ക്, പഴയ പുരാതനമായുള്ള അമ്പലങ്ങൾ, അങ്ങനെയുള്ള എല്ലാ ട്രഡീഷൻസും എല്ലാ കൾച്ചേഴ്സിലുള്ള പഴയ ബിൽഡിങ്സ് കാണുമ്പം എപ്പോഴും എനിക്ക് ഭയങ്കര കൗതുകം തോന്നും. ഞാനിങ്ങനെ എപ്പോഴും അത് കണ്ട് ഓർക്കും, ഇതൊക്കെ എത്ര കാലപ്പഴക്കമുള്ളതായിരിക്കും, എത്ര കാലത്തിന് അതിജീവിച്ച് അതിൻ്റെ സൗന്ദര്യമൊന്നും നഷ്ടപ്പെടാതെ അഗെയിൻസ്റ്റ് ഓൾ ഓഡ്സ് അതിന് അത്രയും പ്രൗഢഗംഭീരമായിട്ട് ഇങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലുള്ള അധ്വാനവും ശ്രമവും ആ വികാരങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടാവുന്ന ഓർത്തിട്ട് ഞാൻ എപ്പോഴും ഭയങ്കര എക്സൈറ്റഡും അമേസ്ഡ് ആവാറുണ്ട്. അപ്പം സത്യം പറയുകയാണെങ്കിൽ വളരെ ചെറുപ്പകാലത്ത് ചൈൽഡ്ഹുഡ് തൊട്ടിട്ട് തന്നെ ഈ കൺസ്ട്രക്ഷനായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഞാൻ വളരെ താല്പര്യം കാണിച്ചിട്ടുണ്ട്. അപ്പം ചിലപ്പം അതായിരിക്കും എന്നെ BTech എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ് സെലക്ട് ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചൊരു ഘടകവും അത് തന്നെയായിരിക്കും. തീർച്ചയായിട്ടും. ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പം അത്തരത്തിലുള്ള ചലഞ്ചസ് എന്തൊക്കെയായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചലഞ്ചസിനെ എങ്ങനെയായിരുന്നു മഹേഷ് ഓവർകം ചെയ്തത്? തീർച്ചയായിട്ടും ഈ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. എല്ലാ മേഖലയിലുണ്ടെങ്കിലും കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസിൽ ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. പ്രത്യേകിച്ച് ഒരു ബിഗിനർക്ക് ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരും. കോമ്പറ്റേറ്റീവ് സൈഡിലാണെങ്കിലും അതെ, എല്ലാ ആസ്പെക്ട്സിലും നമ്മൾ വളരെ സീസൺഡ് ആയി കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് നല്ലൊരു പ്രോഗ്രസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പം ഒരു കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ കുറേ ഘടകങ്ങൾ കൂടി വരുമ്പോഴാണല്ലോ അതിൻ്റെ പ്രോപ്പർ ചാനലിലേക്ക് വരിക. തുടക്കം മുതലുള്ള അതിൻ്റെ പ്ലാനിങ്, അതിൻ്റെ എക്സിക്യൂഷൻ, ലേബർ മാനേജ്മെൻറ്റ്, നമ്മൾ ക്ലയൻസ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ, അവരായിട്ടുള്ള ലേസൺ വർക്ക്, ഗവൺമെൻറ് അതോറിറ്റീസ് ആയിട്ടുള്ള ലേസൺ വർക്ക്, ഇതെല്ലാം ഒരു പ്രോപ്പർ രീതിയിലേക്ക് ആവണമെങ്കിൽ നമ്മൾ നല്ല സീസൺഡ് ആവണം, നമ്മൾ നല്ല എക്സ്പീരിയൻസ്ഡ് ആവണം. അപ്പോൾ ത്രൂ എക്സ്പീരിയൻസ് തന്നെ ഇതിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം തുടക്കത്തിൽ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. നമ്മൾ ഒരു എന്താ പറയുക, ട്രയൽ ആൻഡ് എറർ കൂടി നമ്മൾ പോയി അതിൽ പരാജയങ്ങൾ, ഫെയിലിയേഴ്സ് നമ്മൾ അനുഭവിച്ചു, സക്സസ് നമ്മൾ അനുഭവിച്ചു. ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, ബ്രിക്ക് ബൈ ബ്രിക്ക് ആയിട്ട് തന്നെയാണ് എനിക്ക് ഓരോരോ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയതും ഇന്നിപ്പോൾ ഈ നിലയിൽ എത്തി നിൽക്കുന്നതും തീർച്ചയായിട്ടും അതിൽ തന്നെയാണ്. അപ്പം ഒരുപാട് ശ്രമം അതിൻ്റെ പുറകിലുണ്ട് സീസൺഡ് ആവാൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും ചാലഞ്ചസ് ഉണ്ടായിരുന്നു, പക്ഷേ ചാലഞ്ചസിനൊന്നും ഞാനൊരു പ്രോബ്ലം ആയിട്ട് അന്ന് കണ്ടിട്ടില്ല. ഓരോരോ ഘട്ടത്തിലും അതിനൊരു അഡ്വഞ്ചറായിട്ട് എടുത്തിട്ട് അത് പാഷനേറ്റ് ആയിട്ട് അതിനെ ഓവർകം ചെയ്ത് വന്നിട്ട് തന്നെയാണ് ഇന്നത്തെ ഈ നിലയിലെത്തിയത്. അല്ല, അതിന് മഹേഷിൻ്റെ ഉള്ളിലുള്ള സ്പോർട്സ്മാൻ തീർച്ചയായും അതെ തീർച്ചയായിട്ടും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ തന്നെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും കണ്ടിട്ട് അങ്ങനെ തന്നെയാണ് നമ്മൾ പ്രോബ്ലംസിനെ ഒരു അഡ്വഞ്ചർ ആയിട്ട് കണ്ടിട്ട് തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ. അപ്പം അത് ജീവിതത്തിൽ ശരിക്കും അനുഭവിച്ച ഒരു വ്യക്തിയാണ്. തീർച്ചയായും ഡെഫിനറ്റ്ലി അത് ഞാനത് പ്രാവർത്തികമാക്കാൻ വേണ്ടി എല്ലാ ഘട്ടത്തിലും ശ്രമിക്കാറുമുണ്ട്. മഹേഷേട്ടൻ, ഈ ഒരു 30 ഇയേഴ്സിനുള്ളിൽ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടുള്ള ടെക്നോളജി ചേഞ്ചസ്,
അതേപോലെ പ്രൈസ് ചേഞ്ചസ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഘടകങ്ങൾ നമുക്ക് ഒരുപക്ഷെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ചേഞ്ചസ് പലപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. അപ്പം അത്തരത്തിലുള്ള ചലഞ്ചസിനെയൊക്കെ ഓവർകം ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ പ്രിഡിക്റ്റ് ചെയ്യാനോ ഒക്കെ ഉള്ള മെഷേഴ്സ് ഉണ്ടായിരുന്നു, അതിനെ എങ്ങനെ ഓവർകം ചെയ്തു വന്നു? നമുക്ക് ഊഹിച്ചാൽ അറിയാം. 30 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1994 ഇന്നിപ്പോൾ നമ്മൾ 2024 നിൽക്കുകയാണ്. നമ്മളുടെ തന്നെ കാഴ്ചപ്പാടുകൾ മാറുകയാണ്. അപ്പം അന്നുണ്ടായിരുന്ന കാഴ്ചപ്പാടല്ല ഇന്നുള്ളത്, അന്നുണ്ടായിരുന്ന ക്ലയൻസിൻ്റെ മൈൻഡ് സെറ്റ് അല്ല ഇന്നുള്ളത്. സെയിം ഞാൻ അന്നുള്ള ക്ലയൻസിൻ്റെ വർക്ക് ഇന്നും ഞാൻ ചെയ്യുന്നുണ്ട്. അന്ന് ആ ക്ലയൻസിനുള്ള മൈൻഡ് സെറ്റ് അല്ല, അവരുടെ കാഴ്ചപ്പാടും അവരുടെ എക്സ്പെക്റ്റേഷൻസും അവരുടെ സ്വപ്നങ്ങളും അന്നൊന്നും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ആൾക്കാർ കുറേയും കൂടി അവെയർ ആയിട്ടുണ്ട് കാര്യങ്ങളെക്കുറിച്ചിട്ട്. ടെക്നോളജി വൈസും ഇതെല്ലാം കാര്യങ്ങൾ മുമ്പോട്ട് പുരോഗമിച്ചപ്പം ആൾക്കാരുടെ ചിന്താഗതിയും എക്സ്പെക്റ്റേഷൻസൊക്കെ അതിനനുസരിച്ച് ഒരുപാട് ലെവൽ ഉയർന്നിട്ടുണ്ട്. അപ്പം നമ്മളും അതിനനുസരിച്ച് നമ്മൾ ഓരോരോ ഘട്ടത്തിലും നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്ത് മുമ്പോട്ട് വന്നു കഴിഞ്ഞാലാണ് നമുക്ക് കോമ്പറ്റീറ്റീവായിട്ട് ഈ രംഗത്ത് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പം ഇതേപോലെ തന്നെ നമ്മൾ കൺസ്ട്രക്ഷനിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, അതിൻ്റെ മെത്തേഡ്സ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻസ്, ഇതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അന്നൊക്കെ ഏറെക്കുറെ മാനുവൽ ആയിട്ടുള്ള സംഗതികളൊക്കെ ഇന്ന് കുറേ മെക്കനൈസ്ഡായി, അത് ഡിജിറ്റലായി. അപ്പം ആ വ്യത്യാസത്തിനനുസരിച്ച് നമ്മളും അപ്ഡേറ്റ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്ത് നിന്നിട്ടില്ല എന്നുണ്ടെങ്കിലുള്ള പ്രയാസങ്ങൾ നമുക്ക് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു 30 വർഷത്തെ ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസിഷൻ തന്നെയായിരുന്നു. അതൊരു രസകരമായിട്ടുള്ള ജേണിയാണ്. അപ്പം ഓരോരോ സമയത്തും നമ്മൾ സ്വയം അപ്ഡേറ്റഡ് ആവണം. നമ്മളുടെ റിസോഴ്സസും നമ്മളുടെ കൂടെയുള്ള ടീമും കംപ്ലീറ്റ് അപ്ഡേറ്റഡായി നിന്ന് കഴിഞ്ഞാലേ നമുക്ക് ഈ ഒഴുക്കിനനുസരിച്ച് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എല്ലാ ആസ്പെക്റ്റിലും. ക്ലയൻസിൻ്റെ രീതിയിലാണെങ്കിലും അതെ, മെറ്റീരിയൽസിൽ മാറ്റങ്ങൾ, അത് ചെയ്യുന്ന മെത്തഡോളജിയിൽ, ചുരുക്കി പറയാൻ വെച്ചാൽ മാറ്റങ്ങൾ തന്നെയായിരുന്നു. മാറ്റങ്ങൾ കൂടിയുള്ളൊരു യാത്രയായിരുന്നു കഴിഞ്ഞ 30 വർഷം. അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ നമ്മളത് അപ്ഡേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റിയിട്ടുണ്ട്. അത് മാത്രമല്ല ഈ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റും. പിന്നെ ഓരോരോ മാറ്റവും ഓരോരിതും നമ്മൾ പുതിയ അറിവുകൾ പഠിക്കുകയാണ്. ഇത് നമ്മൾ കോൺസ്റ്റൻറ്റ് ലേണിംഗ് പ്രോസസ്സാണ്. അപ്പോൾ ഇത് എനിക്കത് തന്നെ പറയേണ്ടത്, ഒരു കോൺസ്റ്റൻറ്റ് ലേണിംഗ് പ്രോസസ്സ്. നമ്മളെപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ കൂടുതൽ അറിവുകൾ, എന്തൊക്കെയാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത്, അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോയാലേ നമുക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ കൺസ്ട്രക്ഷൻ പോലെയുള്ള ഒരു ഇൻഡസ്ട്രിയിൽ പ്രാഗൽഭ്യം അല്ലെങ്കിൽ ആ വിഷയത്തിലുള്ള വളരെ ആഴത്തിലുള്ള ഗ്രാഹ്യമായ അറിവുകൾ, അത് പ്രാക്ടിക്കലി ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസുകൾ, ഇതൊന്നും ഒരിക്കലും വാല്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പം അത് മഹേഷേട്ടനെ പോലെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് സ്വന്തം അനുഭവത്തിലൂടെ ലേൺ ചെയ്ത കാര്യങ്ങളാണ്. അതൊരിക്കലും സ്കൂളിലൊന്നും പഠിക്കാൻ പറ്റില്ല. അത് തീർച്ചയായും അതന്നെ. കാരണം നമ്മൾ ബിടെക്കിന് പഠിക്കുന്ന സമയത്ത് നമ്മൾ തിയററ്റിക്കലായി പഠിച്ച സംഗതികൾ പലതും നമ്മൾ പ്രാക്ടീസിൽ വരുമ്പോഴാണ് നമുക്ക് അതായിട്ട് കണക്ട് ചെയ്യുന്നതും അതൊന്നും കൂടി പ്രാക്ടീസിലാക്കുമ്പോൾ അത് നമുക്ക് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാനും പറ്റും. ഒരുപാട് മാറ്റങ്ങൾ. ഇപ്പം തന്നെ നമ്മൾ പഠിച്ച സബ്ജക്ട്സിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അതൊക്കെ അതിപ്പം ഔട്ട്ഡേറ്റഡ് ആയി. നമ്മളൊന്ന് പഠിച്ച സബ്ജക്ട്സ് ഒക്കെ ഇന്നത്തെ കരിക്കുലത്തിലുള്ള അതിൻ്റെ സിലബസൊക്കെ ഒരുപാട് വ്യത്യാസം വന്നു കഴിഞ്ഞു. അപ്പം ഒരുപാട് മാറ്റങ്ങൾ വന്നു. അപ്പം നമ്മൾ അന്നത്തെ ഇതും ഇന്നത്തെ ഇതും വെച്ച് നോക്കുമ്പം നമ്മൾ പഴയ ഇത് വെച്ച് നിന്ന് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ കരിക്കുലം, ഇന്നത്തെ സിലബസ്, ഇപ്പോഴത്തെ പിള്ളേർ എന്താ പഠിക്കുന്നത്, അതും നമുക്ക് മനസ്സിലാക്കണം. നമ്മൾ അവരായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരികയാണ്. അപ്പം നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് നിൽക്കണം. ചുരുക്കി പറഞ്ഞാൽ പഠനം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഒരിക്കലും അവസാനിക്കില്ല. എല്ലാ മേഖലയിലും പോലെ ഈ മേഖലയിൽ പ്രത്യേകിച്ച് നന്നായിട്ട് നമ്മൾ അപ്ഡേറ്റ്. നമ്മളെപ്പോഴും വിചാരിക്കും സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിജിറ്റൽ വേൾഡിൽ അത്രയൊന്നും പുരോഗമിക്കാത്തൊരു ഫീൽഡാണ്. മറ്റുള്ള എല്ലാ ഫീൽഡിലും പുരോഗമിച്ച പോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡും ഒരുപാട് നമ്മൾ പുരോഗമിച്ച് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒപ്പം നമ്മൾ നിന്നേ പറ്റും. മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ബിൽഡിംഗ് കോഡ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സർക്കാർ തലത്തിലാണെങ്കിലും നിയമപരമായിട്ടാണെങ്കിലും ഇതേ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം അത്തരത്തിലുള്ള മാറ്റങ്ങളെ നമ്മുടെ ഈ പറയുന്ന കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലേക്ക് അപ്ലൈ ചെയ്യാൻ തക്ക രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിൽ അങ്ങ് ഫേസ് ചെയ്ത ചാലഞ്ചസ് എന്തൊക്കെയായിരുന്നു, അതുപോലെ തന്നെ അങ്ങനെയുള്ള മാറ്റങ്ങളെ മുൻകൂട്ടി അറിയാനുള്ള മെത്തേഡുകൾ അതെന്തൊക്കെയായിരുന്നു, അതിനെക്കുറിച്ചൊന്ന്. തീർച്ചയായിട്ടും ഇപ്പോൾ നേരത്തെ ചോദിച്ച ചോദ്യമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു മറുപടി തന്നെ എനിക്ക് പറയേണ്ടി വരിക. നമ്മൾ
കാലത്തിനനുസരിച്ച് ഗവൺമെൻറ് പല റൂൾസും മാറ്റിക്കൊണ്ടിരിക്കും. അതെ. നമ്മളുടെ റിസോഴ്സസ് എപ്പോഴും നമുക്ക് നോക്കിയാലേറെ നമ്മളുടെ നാച്ചുറലായിട്ട് കാരണം പല റിസോഴ്സസ് നാച്ചുറലി അവൈലബിൾ റിസോഴ്സസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കൺസ്ട്രക്ഷൻ മേഖല മുമ്പോട്ട് പോകുന്നത്. റിസോഴ്സസിൽ എപ്പോഴും എന്താ പറയുക നമുക്ക് അതിൻ്റെ ക്ഷാമം അനുഭവിച്ചുകൊണ്ട് നിൽക്കുകയാണ്. റിസോഴ്സസ് എപ്പോഴും അത് എക്സോസ്റ്റഡ് ആയി പോയിക്കൊണ്ട് നിൽക്കുന്ന സംഗതിയാണല്ലോ. അപ്പം അതിനനുസരിച്ച് ഗവൺമെൻറ് പല മറ്റേ അതോറിറ്റീസ് പല നിയമങ്ങളും വ്യത്യാസങ്ങൾ വരും. അതുകൂടാതെ ഇപ്പം എന്തെങ്കിലും ഒരു നാച്ചുറൽ കലാമിറ്റി നടക്കുക, എന്തെങ്കിലും ലാൻഡ് സ്ലൈഡ് നടക്കുക, എന്തെങ്കിലും ഫ്ലഡ് നടക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൽ പല റെസ്ട്രിക്ഷൻസും കൊണ്ടുവരും ഗവൺമെൻറ്. അപ്പം അതിനനുസരിച്ച് നമ്മളെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ മാറ്റാനും റൂൾസിനും റെഗുലേഷൻസിനും ബിൽഡിംഗ് റൂൾസിനും കോഡ്സും ഒക്കെ മാറും. ഇതൊക്കെ കുറേ സ്റ്റാൻഡേർഡ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകും. ഇതിലൊക്കെ മാറ്റങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് വന്നുകൊണ്ട് നിൽക്കും. അതിൻ്റെ ഒരു കോൺസ്റ്റൻറ്റ് ഇൻ്റർവെൽസിൽ ഇത് മാറ്റം വന്നുകൊണ്ട് നിൽക്കും. അപ്പം ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് നിൽക്കണം. നമ്മൾ മാത്രം അപ്ഗ്രേഡ് ചെയ്താൽ പോരാ, നമ്മുടെ ഹോൾ ടീം നമ്മൾ ആ റിസോഴ്സസ് നമുക്ക് ഓപ്റ്റിമം ആയിട്ട് അത് യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ട്. നമ്മളെ ഹോൾ ടീം, നമ്മളുടെ ലേബേഴ്സ് ആണെങ്കിലും അതെ, നമ്മളുടെ ടെക്നിക്കൽ സ്റ്റാഫും ഓഫീസ് സ്റ്റാഫൊക്കെ ഇതിനെക്കുറിച്ച് നല്ല ബോധവാന്മാരായിരിക്കണം. മാത്രമല്ല ഇതിൻ്റെ ഗവൺമെൻറ് റൂൾസിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ടെക്നോളജി വൈസും കുറേ മാറ്റങ്ങൾ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊരു 10-15 വർഷം മുമ്പേ നമ്മൾ കൺസ്ട്രക്ഷന് പ്രധാനമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് റിവർ സാൻഡാണ്. പുഴയിൽ നിന്ന് കിട്ടുന്ന മണലാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് സുലഭമായിട്ട് നമുക്ക് ഇവിടെ കിട്ടും ചെയ്യുമായിരുന്നു. പക്ഷേ ഒരു 15 വർഷത്തിൻ്റെ ശേഷം ഇങ്ങോട്ട് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഗവൺമെൻറ് തലത്തിൽ അത് കൊണ്ടുവന്നു. നമുക്ക് ഈ നമ്മളെ ലോക്കലായുള്ള കടവുകളിൽ നിന്നായിരുന്നു ഈ മണൽ വാര്യം കൊണ്ട് നിന്നിരുന്നത്. അവിടെയൊക്കെ അതിന് ബുദ്ധിമുട്ട് വന്നു, അത് കിട്ടാതെയായി. അത് ആദ്യമൊക്കെ ചെറിയ രീതിയിലൊക്കെ അത് ലേലം വിളിച്ചിട്ടൊക്കെ കൊടുക്കുമായിരുന്നു, അതുപോലും ഇപ്പോൾ കിട്ടാതെ. അപ്പോൾ സാധാരണഗതിയിൽ ഒരു സാധാരണക്കാരന് അതിലേക്ക് ഒരു അവൈലബിലിറ്റി ഇല്ല എന്നുള്ള ടോട്ടലി അവൈലബിലിറ്റി ഇല്ലാത്തൊരു സ്ഥിതിയിലേക്ക് വന്നു. അപ്പോൾ വാട്ട് നെക്സ്റ്റ്? അപ്പോൾ മണൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കൺസ്ട്രക്ഷൻ എന്നുള്ള സംഗതി മുമ്പോട്ട് പോകണമല്ലോ. അപ്പോൾ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വാട്ട് ക്യാൻ വി യൂസ് എന്നുള്ളൊരു ചോദ്യം വന്നപ്പോഴാണ് അതിന് ഒരുപാട് ഓപ്ഷൻസ് വന്നു. നമുക്ക് ഇവിടെ നമ്മൾ റിവർ സാൻഡ് എന്ന് പറഞ്ഞാൽ നാച്ചുറലി നമുക്ക് കിട്ടുന്നൊരു സാധനമാണ്. അതിന് നമുക്ക് മാനുഫാക്ചർ ചെയ്യുന്ന സാൻഡ് നമുക്ക് ഉണ്ടാക്കേണ്ടി വന്നു. അത് അവൈലബിളായി. അതിന് എം സാൻഡ് എന്ന് പറയും, അല്ലെങ്കിൽ കോറി സാൻഡ് എന്ന് പറയും. അത് നമ്മൾ ഒരു പ്രൊഡക്ഷനിൽ കൂടി കിട്ടുന്ന സാധനമാണ്. അതിന് നോക്കുമ്പോൾ റിവർ സാൻഡിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ഉണ്ട്. പക്ഷെ നമ്മുടെ ഈ എം സാൻഡ് എന്ന് പറയുന്നത് യൂഷ്വലി പൗഡേർഡ് റോക്ക് ആണോ? അതായത് നമ്മളുടെ ഈ ഗ്രാനൈറ്റ്, നമ്മളെ കരിങ്കല്ല് പൊടിച്ചിട്ട് അത് നമ്മൾ സാൻഡിന്റെ പല പ്രോപ്പർട്ടി, അതിന്റെ പല ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടാവും. അതെല്ലാം കംപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് അതേ സ്റ്റാൻഡേർഡിൽ കിട്ടുന്ന സാധനമാണ് ഈ എം സാൻഡ് എന്ന് പറയുന്നത്. എം സാൻഡ്, പി സാൻഡ് എന്നെല്ലാം പറയുന്നത്. അതിൻ്റെ ഗ്രെയിൻ സൈസിനനുസരിച്ച് നമ്മൾ അതിന് ഓരോ കാറ്റഗറി ചെയ്യും. മണലിൽ പല ഗ്രെയിൻ സൈസ് ഉണ്ടാവില്ല, പല പാർട്ടിക്കിൾ സൈസ്, അതിന്റെ തടിവണ്ണം പറയുന്നത്. അതിനനുസരിച്ച് അതേപോലെ തന്നെ നമുക്ക് എം സാൻഡ് അവൈലബിൾ ആണ്. ഇറ്റ്സ് ആക്ച്വലി മാനുഫാക്ചർഡ് പ്രൊഡക്റ്റ്. അതെ അത് ഓൾറെഡി നമ്മൾ കേരളത്തിൽ ഒക്കെ അത് അത്ര പ്രാക്ടീസിൽ ഇല്ലായിരുന്നെങ്കിലും അത് വിദേശ രാജ്യത്തും ഇന്ത്യയുടെ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഓൾറെഡി എം സാൻഡ് നേരത്തെ തന്നെ അത് യൂസ് ചെയ്ത് തുടങ്ങിയൊരു സംഗതിയായിരുന്നു. ഇവിടെ അതിനെക്കുറിച്ച് അത്ര റിവർ സാൻഡ് വളരെ അവൈലബിലിറ്റി ഉള്ളത് കാരണം അതിനെക്കുറിച്ച് ആൾ അത്ര ചീപ്പുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ വന്ന സമയത്ത് എം സാൻഡ് അത് പ്രാബല്യത്തിൽ വന്ന സമയത്ത് അത് ഉൾക്കൊള്ളാൻ നമുക്ക് പെട്ടെന്ന് ക്ലയൻസിന്, പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിലെ മലയാളീസിൻ്റെ ഒരു മൈൻഡ് സെറ്റ് അറിയില്ല. പുതിയൊരു സംഗതി ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അത് അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് എപ്പോഴും ഇച്ചിരി ഒരു മടി കാണിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് നമ്മൾ. അപ്പം കൺവിൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അപ്പോൾ കൺവിൻസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള ടെക്നിക്കൽ ഡാറ്റാസ്, ടെസ്റ്റ് റിപ്പോർട്ട്സ് എല്ലാം വെച്ചിട്ട് അതിൻ്റെ ടെസ്റ്റിമോണിയൽസ്, ഇതിൻ്റെ മുമ്പ് ചെയ്തതിൻ്റെ ടെസ്റ്റിമോണിയൽസ് എല്ലാം വെച്ചിട്ട് വേണം നമുക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ. അപ്പം ആ ഒരു ഫേസും കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. പക്ഷെ വൺസ് ഇതെല്ലാം കൺവിൻസ് ചെയ്ത സമയത്ത് അങ്ങനെ അപ്പം ഓരോരോ ഘട്ടത്തിലും ഇങ്ങനെയുള്ള ഓരോ ചാലഞ്ചസ് നമ്മൾ മുമ്പിൽ വരും. പിന്നെ അതേപോലെ സിവിൽ കൺസ്ട്രക്ഷൻ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാന ഘടകമാണ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. കോൺക്രീറ്റ് എന്ന് പറയുന്നത് അതൊരു മിക്സർ ഓഫ് സോ മെനി എന്താ പറയുക ഇൻഗ്രീഡിയൻസ് ആണ്. അതായത് സിമെൻറ്റ്, ഈ പറഞ്ഞ മണലിനെ ഫൈൻ അഗ്രിഗേറ്റ്സ് എന്ന് പറയും. പിന്നെ പറയുന്നത് മെറ്റൽ, കല്ലിൻ്റെ അതിനെ കോഴ്സ് അഗ്രിഗേറ്റ് എന്ന് പറയും. ഈ 3 ഇൻഗ്രീഡിയൻസും വെള്ളം കൂടി ചേർക്കുമ്പോഴാണ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞൊരു ഹോമോജീനിയസ് മിക്സറായി മാറുന്നത്. അപ്പം അത് നമ്മൾ സാധാരണഗതിയിൽ ഇത്ര സിമെൻറ്റ്, അതിൻ്റെ പ്രൊപ്പോർഷനായിട്ടായിട്ട് ഇത്ര മണൽ, അതിൻ്റെ പ്രൊപ്പോർഷനായിട്ട് ഇത്ര മെറ്റൽ, അതിലേക്ക് ഇത്ര വെള്ളം എന്നുള്ള ഒരു പ്രൊപ്പോർഷൻ വെച്ചിട്ട് ഒരു വോളിമെട്രിക് ബൈ വോളിയം അതാണ് ഒരു കൺവെൻഷണൽ പണ്ട് മുതൽ ഫോളോ ചെയ്തതിനൊരു മെത്തേഡ് അതായിരുന്നു.
പക്ഷേ ഇപ്പം അതെല്ലാം മാറി ഇപ്പം ഡിസൈൻ മിക്സ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലേക്ക് വന്നു. അതായത് നമുക്ക് ഒരു കോൺക്രീറ്റിന് എത്ര സ്ട്രെങ്ത് ആണ് വേണ്ടത്, ആ സ്ട്രെങ്തിനനുസരിച്ച് നമ്മളൊരു മിക്സ് ഡിസൈൻ ചെയ്യും. എങ്ങനെ വെച്ചിട്ട്? ഈ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ട്. അപ്പം അങ്ങനെ ചെയ്ത് വരുമ്പോൾ എന്താ നമുക്ക് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് വാസ്തവത്തിൽ കുറച്ചും കൂടി എക്കണോമിക്കൽ ഒരു മിക്സറായിരിക്കും. അത് സാധാരണ നമ്മൾ ആദ്യം പറഞ്ഞ വോളിമെട്രിക് മിക്സിനേക്കാളും കുറച്ചും കൂടി എക്കണോമിക്കലായിരിക്കും, അതേസമയത്ത് വിത്തൗട്ട് കോംപ്രമൈസിങ് ദ സ്ട്രെങ്ത് ഓർ ക്വാളിറ്റി. അപ്പം ക്ലയൻസിനും ഇത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ക്ലയൻസിനും അത് എന്താണ്, അവർക്ക് അവരുടെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് കുറച്ചും കൂടി എക്കണോമിക്കലാക്കാൻ പറ്റും വിത്തൗട്ട് കോംപ്രമൈസിങ് ദ കോസ്റ്റ്. അപ്പം ഇപ്പം അത് ഡിസൈൻ മിക്സാണ് ഇപ്പോൾ കൂടുതൽ പ്രാക്ടീസിലുള്ളത്. അപ്പം അങ്ങനെ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വന്നുകൊണ്ട് നിൽക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് മുമ്പോട്ട് പോകാനുള്ള ഒരു സന്നദ്ധയും കൂടി നമ്മൾ കാണിക്കണം. സോ ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ് ലേണിംഗ് പ്രോസസ് ആൻഡ് അപ്ഗ്രേഡിംഗ് പ്രോസസ്സ്. അല്ല, തീർച്ചയായിട്ടും. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ പറഞ്ഞ രണ്ട് കോൺസെപ്റ്റ്, അതായത് നോർമൽ വോളിയോമെട്രിക് കോൺക്രീറ്റും ഒരു ഡിസൈൻ മിക്സ്. അതെ, ഇത് ഒരു പക്ഷേ എത്ര പേർക്ക് അറിയും എന്നുള്ള ചോദ്യം. ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്ക് അറിയുമായിരിക്കും, ബട്ട് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അറിയാത്ത വിഷയമാണ്. അപ്പോൾ അതുപോലെ അതിനൊരു എക്കണോമിക്കൽ സൈഡും പറഞ്ഞു. അത് നമ്മൾ ഇപ്പോൾ ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പോഡ്കാസ്റ്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് തന്നെ ഒരു പക്ഷേ അതൊരു പുതിയ അറിവായിരിക്കും. അപ്പോൾ പുതിയ കൺസ്ട്രക്ഷനിലേക്ക് കടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പറയുന്ന ഡിസൈൻ മിക്സ് എന്നുള്ള ഡിസൈനർ മിക്സ് എന്ന് പറയുന്ന ആ ഒരു കീവേഡ് നിങ്ങൾ മാർക്ക് ചെയ്തോളൂ. തീർച്ചയായും. അപ്പോൾ അവിടെയാണ് ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ ഞങ്ങൾ കോൺട്രാക്ടേഴ്സിന് എന്നെ പോലുള്ള സിവിൽ എഞ്ചിനീയേഴ്സിന്റെ പ്രസക്തി. ഞാനൊരു ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ ഓഫ് എ കോൺട്രാക്ടർ ആൻഡ് സിവിൽ എഞ്ചിനീയർ ആണ്. അപ്പോൾ ഇപ്പോഴും പഴയ വോളിയോമെട്രിക് പഴയ രീതിയിലുള്ള മെത്തേഡ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. വളരെ ചുരുക്കം ആൾക്കാരാണ് ഈ ഒരു മെത്തേഡിലേക്ക് വന്നിട്ടുള്ളൂ. ഒരുപാട് പേര്. പക്ഷേ ക്ലയൻസിനെ നമുക്ക് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ അവരിത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് വാസ്തവത്തിൽ കുറച്ചും കൂടി എക്കണോമിക്കലായിട്ടുള്ള കൺസ്ട്രക്ഷൻ നമുക്ക് ചെയ്തു കൊടുക്കാനും പറ്റുന്നുണ്ട് വിത്തൗട്ട് കോംപ്രമൈസിങ് എനി ഓഫ് ദ ക്വാളിറ്റി പാരാമീറ്റേഴ്സ്. സോ ഇതുപോലെ നമുക്ക് ഒരേ സമയം മൾട്ടിപ്പിൾ പ്രോജക്ട്സ് റൺ ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരും. തീർച്ചയായും. അതുപോലെ തന്നെ നമുക്ക് അതിനനുസരിച്ചിട്ട് ലേബറേഴ്സിനെ മാനേജ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരും. അതേപോലെ തന്നെ അവിടേക്കുള്ള സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ്. അപ്പം ഒരേ സമയം മൾട്ടിപ്പിൾ പ്രോജക്ട്സ് നടക്കുമ്പോൾ what are the steps you take, or how do you able to manage all these things by considering their safety standards? തീർച്ചയായിട്ടും അതൊരു നല്ലൊരു ചോദ്യമാണ്. കാരണം നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്രോജക്ട്സ് നമ്മൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതിന് എല്ലാത്തിനും ഒരു സിസ്റ്റം വേണം. ഒരു സിസ്റ്റം ഉണ്ടെങ്കിലേ നമുക്കിത് നടക്കുള്ളൂ. കാരണം ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ആ സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യാൻ ഒരു സിസ്റ്റം വേണം. ആ സിസ്റ്റം കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നമ്മൾ അസൈൻ ചെയ്ത ഓരോരുത്തരും അതിൽ ഓരോ മെമ്പേഴ്സും, അതായത് നമ്മുടെ ടീം മെമ്പേഴ്സ്, നമ്മുടെ സിസ്റ്റം പോയാൽ ലേബറേഴ്സ്, നമ്മുടെ ടെക്നിക്കൽ സ്റ്റാഫ്, നമ്മുടെ ഓഫീസ് സ്റ്റാഫ്, എല്ലാവരും ഈ സിസ്റ്റം ഉണ്ട്. പക്ഷെ ആ സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ടോ, അവരെ അസൈൻ ചെയ്ത ടാസ്ക് അവർ കൃത്യമായിട്ടും അവർ പാലിക്കുന്നുണ്ടോ, അത് മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്ന ഒരു സിസ്റ്റം, അത് ഫോളോ ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിൽ പ്രോജക്ട്സ് നമ്മൾ ചെയ്യാം. അതിപ്പോൾ നമ്മളിപ്പം 5-6 പ്രോജക്ട്സ് ഒരേ സമയം നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഡിഫറെൻറ്റ് ലൊക്കേഷൻസിൽ. അപ്പം അതൊരു വലിയ വിഷയമൊന്നുമല്ല. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ സീസൺഡ് ആയി കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ ഹോൾ ടീമിനെ റിസോഴ്സസിനെ നമ്മൾ ആ സിസ്റ്റത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക, ഒരു എണ്ണ ഓടുന്നൊരു മെഷീൻ പോലെ ഇങ്ങനെ ഓടാൻ തുടങ്ങിക്കോളും. അത് പിന്നെ ഒരു വിഷയമുള്ള കാര്യമല്ല. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ സേഫ്റ്റി മെഷേഴ്സ്. അപ്പോൾ നമ്മൾ കൺസ്ട്രക്ഷൻ മേഖലയിൽ പ്രത്യേകിച്ച് ഒരുപാട് റിസ്ക് ഇൻവോൾവ് ആയിട്ടുള്ളൊരു മേഖലയാണ്. കാരണം ഹൈ റൈസ് ബിൽഡിംഗ് ഉണ്ടാവും, നമ്മൾ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ, ടഫ് സിറ്റുവേഷനിൽ, അപ്പം ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ വർക്ക് ചെയ്യേണ്ട സംഗതികളിലൊക്കെ നമ്മൾ എപ്പോഴും വർക്കേഴ്സിൻ്റെ സേഫ്റ്റി, വർക്കേഴ്സിൻ്റെ മാത്രമല്ല നമ്മളുടെ പ്രിമിസസ് കംപ്ലീറ്റ്, നമ്മളുടെ കൺസ്ട്രക്ഷൻ ഏരിയയുടെ പ്രിമിസസും അതിൻ്റെ സറൗണ്ടിങ്സ് ഒക്കെ വെൽ പ്രൊട്ടക്റ്റഡും വർക്കേഴ്സിലെ എല്ലാ സേഫ്റ്റി മെഷേഴ്സും നമ്മൾ പ്രോപ്പറായിട്ട് എൻഷുർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സേഫ്റ്റി ഒരു പ്രയോറിറ്റി ആയിട്ടാണ് നമ്മൾ കാണാറ്. കാരണം ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും ഒരു പരിക്ക് പറ്റി കഴിഞ്ഞാൽ അത് ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടി നമ്മൾ കടന്നു പോകേണ്ടത്. അപ്പം നമ്മൾ അതിന് ഡെഫിനറ്റായിട്ട് നമ്മൾ അതിൻ്റെ എല്ലാ സേഫ്റ്റി മെഷേഴ്സും നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യാറ്. കൂടാതെ എല്ലാ ലേബേഴ്സിനും നമ്മൾ വേണ്ട രീതിയിലുള്ള ഇൻഷുറൻസും ഹെൽത്ത് കവറേജും എല്ലാം നമ്മൾ വേണ്ട രീതിയിൽ ചെയ്തിട്ട് ആദ്യം തന്നെ അത് നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമ്മളൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അത് വളരെ ക്ലിയറായിട്ട് നമ്മുടെ ക്ലയൻസായിട്ടും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിൻ്റെ കോൺസിക്വൻസസും അതിൻ്റെ ഇംപ്ലിക്കേഷൻസൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ അവരെ പറഞ്ഞ് ധരിപ്പിച്ച് കൊടുത്തിട്ട് ആണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാറ്. സോ സേഫ്റ്റി ഈസ് അവർ പ്രൈം പ്രയോറിറ്റി.
കാരണം എന്താ വെച്ചാൽ അല്ലാന്നുണ്ടെങ്കിൽ അത് ക്ലയന്റിന്റെ ഒരു ബാധ്യതയും കൂടി മാറും. അത് പിന്നെ അത് അത്രയും ഡീപ്പായിട്ട് ചിന്തിക്കുന്ന കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് ചിലപ്പോൾ ലയബിലിറ്റി വന്നേക്കാം. അതെ, അതൊരു ഇന്ന് തീരേണ്ട പ്രശ്നമല്ലാതെ വീണ്ടും ഒരുപാട് കാലത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടാം. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നമുക്ക് തുടക്കത്തിലൊക്കെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നൊക്കെ നമ്മൾ പാഠം ഉൾക്കൊണ്ട് ഈ പറഞ്ഞ പോലെ കോൺസ്റ്റന്റ് ലേണിംഗ് പ്രോസസ്സാണ്. നമ്മളിങ്ങനെ സീസൺഡ് ആവുകയാണ് 30 years of experience ആക്ച്വലി അല്ലേ. അപ്പം സത്യത്തിൽ ആ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ സർവീസ് നമ്മൾ അവൈൽ ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ഇതൊക്കെയാണ്. അതായത് ഇതൊരു ഡയറക്റ്റ് നമ്മൾ വിഷൻ നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്നതാവില്ല. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത്രയൊന്നും ബോധേഡായിട്ട് ഒരാൾ ചിന്തിക്കില്ല. ബട്ട് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇതൊക്കെ ചിന്തിക്കേണ്ടി വരുന്നു. ഡെഫിനറ്റ്ലി. അതാണ് പറഞ്ഞത്, നമ്മൾ അത് ഒരു ഈ സീസൺഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വർക്ക് ഏൽപ്പിക്കണം എന്ന് പറയുന്നതിന് മെയിൻ കാരണം അതാണ്. കാരണം നമ്മൾ ഷോർട്ട് ടേം ബെനിഫിറ്റ് ഓഫ് കോഴ്സ്, കാരണം കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റിലാണ് നമ്മൾ കോമ്പറ്റീറ്റീവായി നിന്ന് കഴിഞ്ഞാലേ നമുക്ക് നമ്മളുടെ എക്സിസ്റ്റൻസുള്ളൂ, സർവൈവലുള്ളൂ. പക്ഷെ അത് കൂടാതെ ഒരുപാട് ലോങ് ടേം ബെനിഫിറ്റ്സും ക്ലയൻസിന് കിട്ടുന്നുണ്ട് ഇങ്ങനെയുള്ള സംഗതിയിലേക്ക്. തീർച്ചയായിട്ടും അതുകൂടി. പക്ഷെ അതിപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ക്ലയൻസ് അതിനെക്കുറിച്ച് വളരെ ബോധവാന്മാരാണ്. അപ്പോൾ അവർ ചെറിയ റേറ്റിൻ്റെ പുറകെയോ ചെറിയ ഇതിൻ്റെ കാര്യത്തിലൊന്നും പോവാതെ ഒരു ലോങ് ടേം ബെനിഫിറ്റും അതിൻ്റെ ആ ഒരു എന്തൊരു സാധനം നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റിന് ഒരു വാല്യൂ അഡീഷൻ വേണമെന്നുള്ള കോൺസെപ്റ്റ് തന്നെയാണ് ക്ലയൻസ് മിക്കവാറും നിൽക്കുന്നത്. അപ്പം നമ്മൾ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയെ കുറിച്ച് നോക്കുമ്പോൾ ഇതിൽ നമുക്ക് പുതിയ ക്ലയൻസ് വരാം, അത് വലിയൊരു ഘടകമാണല്ലോ. നമ്മൾ ഓരോ പ്രോജക്റ്റ് കഴിയുന്തോറും നമുക്ക് നെക്സ്റ്റ് ക്ലയൻറ്റ് വന്നുകൊണ്ടിരിക്കണം. അപ്പോഴാണ് നമുക്കത് ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ റൺ ചെയ്യണം. സോ അങ്ങനെ പുതിയ ക്ലയൻസ് കൊണ്ടുവരാൻ എന്തൊക്കെ മാർഗങ്ങളാണ് പ്രധാനമായിട്ട് സ്വീകരിക്കാറ്? പിന്നെ അതേപ്പറ്റി ചിന്തിക്കുമ്പോൾ അതിന് കൂടെ തന്നെ ചോദിക്കുന്ന ഒരു കാര്യം, ഈ പറഞ്ഞതല്ലാതെ ഈ ഒരു എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻഡെപ്ത് നോളജോ അല്ലാതെ വാട്ട് ഈസ് യുവർ USP? എല്ലാ മേഖലയിലും ഒരു USP. അങ്ങനെ ചിന്തിച്ചാൽ മൈഷേഡ് ബൈ USP എന്താണ്? ഹൗ ഡു യു ഗെറ്റ് യുവർ ന്യൂ ക്ലയൻസ്? തീർച്ചയായിട്ടും അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്. നമ്മളിപ്പം പറഞ്ഞു നമ്മൾ പുതിയ ക്ലയൻസിനെ വേണം. തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ചെയിനായിട്ട് ഇതിങ്ങനെ പോകേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇത് സ്റ്റാഗ്നേറ്റ് ആവരുത്. കാരണം നമ്മൾ ഒരുപാട് റിസോഴ്സസ് നമ്മളുണ്ട്. അപ്പം നമ്മൾ ചുമ്മാ നിന്ന് കഴിഞ്ഞാലും നമ്മളെ മേലെ അതിൻ്റെ സെൽഫ് വെയിറ്റ് കാരണം നമുക്ക് ബേർഡൻ വരും. അപ്പം ഈ ഷോ ദ സർക്കസ് ഷുഡ് ഗോ ഓൺ എന്നുള്ളത് പറഞ്ഞ പോലെ തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് പുതിയ ക്ലയൻസ് വരണം. നമ്മൾ എക്സിസ്റ്റിംഗ് ക്ലയൻസ് നമുക്ക് പുതിയ വർക്ക് വീണ്ടും പുതിയ വർക്ക് തന്നുകൊണ്ടിരിക്കണം. ബൈ ഗോഡ്സ് ഗ്രേസ് ഇതുവരെ നമുക്കൊരു പ്രശ്നം ഉണ്ടായില്ല. അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിത്രത്തിൽ കാണിക്കുന്നതോ ഫോക്കസിൽ കാണിക്കുന്നതോ കുറേ പോസ്റ്റേഴ്സ് ഉണ്ടാക്കി കാണിക്കുന്നതോ അല്ല. നമ്മൾ അവർക്ക് കൊടുക്കുന്ന പ്രോഡക്റ്റാണ് നമ്മളുടെ ക്രെഡിബിലിറ്റി പറയുന്നത്. ഇറ്റ് സ്പീക്സ് വോളിയൂംസ്. അതായത് നമ്മളൊരു പ്രോഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്ത് വാല്യൂ ആണ് അവിടെ ആഡ് ചെയ്തത്, വാല്യൂ എഡിഷൻ എന്താ, അതാണ് ക്ലയൻസ് നോക്കുക. അപ്പം നമ്മൾ അവിടെ വെച്ചിരിക്കുന്ന പ്രോഡക്റ്റ് നല്ലതാണെന്നുണ്ടെങ്കിൽ ക്ലയൻസ് ഹാപ്പിയാണ്. അവർ തീർച്ചയായിട്ടും വേർഡ് ബൈ മൗത്ത് അവർ പറഞ്ഞിട്ട് അവരവരുടെ പുതിയ റെഫറൻസുകൾ ടെസ്റ്റിമോണിയൽ അവരെന്നെ പറഞ്ഞോളും. എന്നെ സംബന്ധിച്ചോളം അങ്ങനെയാണ് ഈ ഒരു ചെയിൻ റിയാക്ഷനായിട്ട് ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് അവരുടെ എക്സ്പെക്റ്റേഷൻ അവരുടെ സ്വപ്നത്തിനനുസരിച്ച് നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഗുഡ് ഇനഫ്. പിന്നെ തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് നമ്മൾ സോഷ്യൽ മീഡിയ എല്ലാ പ്ലാറ്റ്ഫോംസും ഡിജിറ്റൽ മീഡിയ, കാരണം ഇന്നത്തെ ഇതിനനുസരിച്ച് നമ്മൾ കീപ്പിംഗ് ഇൻ പേസ് വിത്ത് എന്ന് പറയുമല്ലോ, അതുപോലെ നമ്മൾ അതും യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഡെഫിനറ്റ്ലി എൻ്റെ ഒരു ക്ലയൻറ്റ് ബേസ് തന്നെയാണ് എൻ്റെ സ്ട്രെങ്ത്ത്. അവർ തന്നെയാണ് എന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതും. അവർ വീണ്ടും വർക്കുകൾ തന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. എനിക്കൊരു അങ്ങനെയുള്ളൊരു 5-8 ക്ലയൻസ് ഉണ്ട്. അവരുടെ റെഗുലർ വർക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത് കൂടാതെ അവരെന്നെ റെഫർ ചെയ്തിട്ട് അവർ ടെസ്റ്റിമോണിയൽസ് പറഞ്ഞിട്ട് പുതിയ ക്ലയൻസ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റിൽ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ പറയുന്ന അത് നമ്മുടെ ടെക്നിക്കൽ ആസ്പെക്റ്റ് ആണെങ്കിലും എല്ലാ രീതിയിലും നമ്മളുടെ ഡീലിങ്സും നമ്മുടെ ലേസിംഗ് വർക്കും എല്ലാം പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരു പ്രശ്നവുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ USP എന്താണെന്ന് ചോദിച്ചു. അതെ, ഓഫ് കോഴ്സ് അത് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ചെറുപ്പം മുതലുള്ള എൻ്റെ ഒരു ആഗ്രഹങ്ങളായിരുന്നു ഈ ട്രഡീഷണൽ ബിൽഡിങ്സിനോട് എനിക്ക് പ്രത്യേക ഒരു താല്പര്യം. ചെറുപ്പം മുതലേ എനിക്കൊരു പ്രത്യേക താല്പര്യമാണ്.
അപ്പം ഓഫ് ലേറ്റ് ഇപ്പോൾ കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട് ഞാൻ കുറച്ച് ഫോക്കസ് കൂടുതൽ അതിൽ കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ധനേഷിനൊക്കെ പ്രത്യേകിച്ച് അറിയാം. ധനേഷ് അങ്ങനത്തെ ഒരു പശ്ചാത്തലമുള്ള ആളായത് കാരണം ധനേഷ് പറഞ്ഞാൽ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും നമ്മൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് അനാഥമായിട്ട് കിടക്കുന്ന ഒരുപാട് തറവാട് വീടുകൾ എന്ന് പറയില്ല, നമ്മുടെ ട്രഡീഷണൽ ബിൽഡിങ്സ് ചുറ്റും നമ്മളുണ്ട്. അതിൻ്റെ ഓണേഴ്സിന് അതൊരു ബാധ്യതയായി നിൽക്കുക. കാരണം അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല, അവരിവിടെ ഉണ്ടാവില്ല, മക്കളൊക്കെ ഓരോ വഴിക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ അവർക്കത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പ്രയാസം കാരണം അത് അവരവിടെ അബാൻഡൻ ചെയ്തിട്ട് പോകുന്ന രീതിയിലായിരിക്കും. ചിലതൊക്കെ ലിറ്റിഗേഷനൊക്കെ ഉണ്ടാവും, എന്നാലും മിക്കവാറും ഇത് അവർക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ബാധ്യതയായിട്ട് കിടക്കുന്നത് കാരണം അത് അങ്ങനെ തന്നെ ഇട്ട് വയ്ക്കുകയാണ്. അങ്ങനെയുള്ള തറവാട് വീടുകൾ, ട്രഡീഷണൽ ബിൽഡിങ്സ് ഒക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഈ ഓണേഴ്സായിട്ട് സംസാരിച്ചിട്ട് അതിൽ കുറച്ച് റിന്യൂവേഷൻസും അതിൻ്റെ ഒന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത്, അതായത് അതിൻ്റെ കുറച്ച് ഓൾട്രേഷൻസ്, അതിൻ്റെ സ്ട്രെങ്തനിങ്, ബ്യൂട്ടിഫിക്കേഷൻ, ഒരു ഫേസ് ലിഫ്റ്റിംഗ് ചെയ്തിട്ട് അവർക്ക് അതിൽ നിന്നൊരു റവന്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സംഗതിയാക്കി മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ക്ലയൻസ് ആർ വെരി ഹാപ്പി. അപ്പം അങ്ങനെയുള്ള സംഗതികൾ ചെയ്തിട്ട് അതിൻ്റെ എല്ലാ മാറ്റങ്ങളും വരുത്തുക വിത്തൗട്ട് കോംപ്രമൈസിങ് എനി ഓഫ് ഇറ്റ്സ് ട്രഡീഷണൽ വാല്യൂസ്. അതിനാണ് കാരണം അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഇപ്പോൾ ഒരു ടൈപ്പ് ആയിട്ട് ഇങ്ങനെയുള്ള സംഗതികൾ നമ്മളൊരു പ്രോജക്റ്റ് ആയിട്ട് നമ്മൾ അവർക്കൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് കൊടുത്തിട്ട് അവരെ ടൈപ്പ് ആയിട്ട് ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളതാണ്. ഇപ്പോൾ അതിന് ഞാൻ കുറച്ച് ഫോക്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു സംഗതി, ഓഫ് കോഴ്സ് ഞാൻ ഓൾ ടൈപ്സ് ഓഫ് സിവിൽ കൺസ്ട്രക്ഷൻസ് ചെയ്യുന്നുണ്ടെങ്കിലും കുറച്ച് ഡിഫിക്കൽട്ട് ടെറൈൻസിൽ, അതായത് ഇപ്പോൾ നമ്മളിപ്പം വയനാട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അതിൻ്റെ എക്കോളജീനെയും ടോപ്പോഗ്രാഫീനെയും ഒന്നും ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കൺസ്ട്രക്ഷൻസ്, റിസോർട്ട്സ്, ചെറിയ ചെറിയ കൺസ്ട്രക്ഷൻസ് അവിടെ ചെയ്യാനുള്ള ഒരു പദ്ധതി കൂടെ ഓൾറെഡി ഇപ്പം ഞാൻ അവിടെ ഒരു പ്രോജക്റ്റ് ഞാൻ കൽപ്പറ്റയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഈ 2 സംഗതിയാണ് ഇപ്പം എൻ്റെ USP ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഉദ്ദേശിച്ചത്. വണ്ടർഫുൾ. കാരണം ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ തറവാടുകൾ അബാൻഡൻ ചെയ്യപ്പെടുന്നത് ഒരു 5 വർഷം കൂടി കഴിഞ്ഞാൽ ഇനി കൂടുകയുള്ളൂ. കാരണം ആൾക്കാർ തിരക്കിൽ നിന്നും തിരക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരാശയം ഒരു പക്ഷേ അത് പ്രിസർവ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഒരു എനർജി കൊടുക്കും. അപ്പം ഇതിനാരെ സമീപിക്കണം എന്ന് ആരെങ്കിലും ഇത് കാണുന്ന ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ യു ഹാവ് എ റൈറ്റ് പേഴ്സൺ ഇൻ ഫ്രണ്ട് ഓഫ് യു. അതിൻ്റെ എല്ലാ സാധ്യതകളും അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ കൺവിൻസ് ചെയ്തിട്ട് അവരത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ല, അതിന് ഈ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഒരുപാട് ഗുണം ചെയ്യും. സുമേഷ് ചേട്ടാ, നമുക്ക് ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ വരുമ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ, ഫെസിലിറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്ന് പറയാമോ? അതിൽ എത്രത്തോളം നമ്മൾ എക്യുപ്ഡ് ആണ് എന്നുള്ളത്? തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ഓവർ പീരീഡ് ഓഫ് 30 years നമ്മൾ അപ്ഗ്രേഡ് വന്നിട്ട് നമ്മൾ ഇന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ പ്രോജക്ട്സ് ഹാൻഡിൽ ചെയ്യാനുള്ള എല്ലാ റിസോഴ്സസും ഇപ്പം കയ്യിലായി കഴിഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് ടൂൾസ്, പ്ലാൻസ് ആൻഡ് മെഷീനറീസ് ആണ് നമുക്ക് വേണ്ടത്. എല്ലാം നമുക്ക് ഫാസ്റ്റായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട രീതിയിലുള്ള അതിൻ്റെ മെഷീനറി സപ്പോർട്ടും കൂടി വേണം. എല്ലാം ഇന്ന് പഴയ യുഗത്തിലെ പോലെ എല്ലാം നമുക്ക് ആളെ വെച്ചിട്ട് നമുക്ക് ചെയ്യാനൊക്കില്ല. അപ്പോൾ അതിൻ്റെ എല്ലാ റിസോഴ്സസും, അതായത് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ട അതിൻ്റെ എല്ലാ ഷട്ടറിങ് മെറ്റീരിയൽസും, അതിൻ്റെ ലിഫ്റ്റ്, എസ്കലേറ്റേഴ്സ്, അതിൻ്റെ കോൺക്രീറ്റ് മിക്സർ മെഷീൻസ്, അതിൻ്റെ കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ മെഷീനറീസും ഉണ്ട്. അത് യൂസ് ചെയ്യാനുള്ള കൃത്യമായിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സും ഉണ്ട്. അവരെ എൻ്റെ കൂടെയുള്ള വർക്കേഴ്സൊക്കെ മിക്കവാറും ഞാൻ 1994 സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തൊട്ടിട്ടുള്ള ആൾക്കാർ ഈവൺ നൗ ഇപ്പോഴും അവർ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം ട്രെയിൻഡ് ആയ സ്കിൽ സെറ്റിലും എല്ലാത്തിലും അവരെ ട്രെയിൻ ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അവർ മാത്രം പോരാ, ലേബേഴ്സ് മാത്രം പോരാ, നമ്മളുടെ സപ്പോർട്ടിങ് ടെക്നിക്കൽ സ്റ്റാഫ്, ഓഫീസ് സ്റ്റാഫ് എല്ലാവരും അപ്ഗ്രേഡ് ചെയ്തിട്ട് നമ്മൾ ആ സിസ്റ്റം ഫോളോ ചെയ്യുന്ന രീതിയിലേക്ക് ആക്കിയാണ്. അപ്പം റിസോഴ്സ്ഫുള്ളായി നിന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നിലനിൽപ്പുള്ളൂ. കാരണം നമ്മൾ എന്തൊരു കാര്യം നമുക്കൊരു ടൈം ഫ്രെയിം ഉണ്ട്. എപ്പോഴും പറയാം, ടൈം ഈസ് ദ എസൻസ് ഓഫ് ദ കോൺട്രാക്ട്. അപ്പോൾ ഒരു കോൺട്രാക്ട് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ടൈം, അപ്പം ആ ടൈം കീപ്പ് ചെയ്യുക എന്നുള്ളതും കൂടി പ്രധാന ഘടകമാണ്. അപ്പോൾ ടൈം ടൈമിനുള്ളിൽ നമ്മളത് കംപ്ലീറ്റ് ചെയ്യാൻ ഡെഫിനറ്റ്ലി. അപ്പം അത് വളരെ റിസോഴ്സ്ഫുൾ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. വളരെ റിസോഴ്സ്ഫുൾ. So if we look at for the future, okay, for the next 5 years, എന്താണ് മഹേഷേട്ടൻ മുന്നോട്ട് കാണുന്നത്? വാട്ട് ഈസ് യുവർ ഫ്യൂച്ചർ ഫോർ ദ നെക്സ്റ്റ് 5 years? നമുക്കിപ്പം നമ്മളിപ്പം ഞാൻ എപ്പോഴും ഓപ്റ്റിമിസ്റ്റിക്. ഞാൻ പറഞ്ഞ എല്ലാം നമ്മളൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എല്ലാം നമ്മളൊരു അഡ്വഞ്ചറായിട്ട് എടുക്കുന്നത് കാരണം നോ വറീസ് അറ്റ് ഓൾ. അപ്പം ഭാവിയിൽ എന്താവും എന്നുള്ളൊരു ആങ്സൈറ്റി ഒന്നുമില്ല. പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ എപ്പോഴും ഓപ്റ്റിമിസ്റ്റിക്. കാരണം കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ക്ഷയിച്ചു പോകാത്തൊരു മേഖലയാണ്. കാരണം
എല്ലാവർക്കും എന്നും ബിൽഡിംഗ് വേണം, എല്ലാവർക്കും താമസിക്കാനൊരു വീട് വേണം, വർക്ക് ചെയ്യാനൊരു ഓഫീസ് സ്പേസ് വേണം. അപ്പോൾ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ ഫീൽഡ് ഒരിക്കലും സ്റ്റാഗ്നൻ്റ് ആവുന്നില്ല. ആക്ടിവിറ്റീസ് ഗോയിങ് ഓൺ. ഒന്നില്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഒരു വെർട്ടിക്കൽ എക്സ്റ്റൻഷനെങ്കിലും നടക്കും. അപ്പം ആ കാര്യത്തിൽ വളരെ ഓപ്റ്റിമിസ്റ്റിക് ആണ്. നമ്മൾ റിസോഴ്സസിനെ ശരിക്കും യൂട്ടിലൈസ് ചെയ്യുക. ആൻഡ് ഐ ആം ഓൾവേസ് ഓപ്പൺ ടു ന്യൂ കൊലാബറേഷൻസ്. നമുക്ക് ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ, പ്രോപ്പർട്ടി മാനേജേഴ്സ് ആണെങ്കിൽ പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാർ, ആർക്കിടെക്ട്സ്, ബിൽഡേഴ്സ്, ഇൻ ദാറ്റ് സോർട്ട് എനി സോർട്ട് ഓഫ് ലൈക്ക് മൈൻഡ് പീപ്പിളായിട്ട് കൊലാബറേറ്റ് ചെയ്തിട്ട് നമ്മളത് ബിസിനസ് സ്കെയിലപ്പ് ചെയ്യാനും ആഗ്രഹിക്കുന്നത്. ആസ് യു സെഡ്, ഫോർ ദ നെക്സ്റ്റ് 5 years നമുക്ക് ആ ഒരു രീതിയിലുള്ള നമ്മളൊരു കൊലാബറേഷൻ ഐ എം ഓപ്പൺ ടു ഇറ്റ്. ഒപ്റ്റിമിസ്റ്റിക് ആണ്. ഏതായാലും കൺസ്ട്രക്ഷൻ മേഖല ഐ എം റിയലി എൻജോയിങ് ഇറ്റ്. Of course, like future is collaboration, not competition. Yes, definitely. So let's end this discussion at this note. The future is collaboration, not competition. Definitely. Quality matters and experience matters. Thank you so much. Thank you so much. This is Danesh Keshav and Mahesh Kadainat. We're signing off. Thank you so much.